സമയം രാവിലെ 5:49. തേക്കടിയിലെ അമ്പാടി ജംഗ്ഷൻ. ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തേക്കടിയിൽ ഒരു ബോട്ടിങ്ങിന് പോകുന്ന യാത്രയിലാണ്. കാരണം തേക്കടി വന്നിട്ടൊരു ബോട്ടിങ്ങോ ട്രെക്കിങ്ങോ പോകാന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ മരം കോച്ചുന്ന തണുപ്പത്തും രാവിലെ എഴുന്നേറ്റ് ബോട്ടിങ്ങിന് പോകും. അതെ, അപ്പോൾ ഏതായാലും നമുക്ക് പോയി നോക്കാം. ടിക്കറ്റ് കിട്ടുമല്ലോ യാതൊരു ഗ്യാരണ്ടി ഇല്ല. ഇവിടെ വന്ന സ്ഥിതിക്ക് നമുക്ക് ബോട്ടിങ്ങിന് പോയിട്ട് നേരെ ഇന്നത്തെ നമ്മുടെ യാത്രയെന്ന് പറഞ്ഞാൽ നേരെ ചുരമിറങ്ങി കമ്പം, തേനി, ഗൂഡല്ലൂർ വഴി നേരെ കൊടൈക്കനാൽ. അപ്പം ആ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാറേ എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ. പക്ഷെ ടിക്കറ്റ് കിട്ടിയാൽ മതിയായിരുന്നു. അതെ, നമുക്കിനി സമയം കളയണ്ട. ഓൺലൈനൊക്കെ ഓൾറെഡി ഫുള്ളല്ലേ? അതായത് നമുക്ക് പോയി നോക്കാം. ടിക്കറ്റ് എടുത്തിരിക്കുക. രണ്ടാമത് നമ്മൾ ടിക്കറ്റ് എടുത്ത് തേക്കടി വരുന്ന പോവാണ്. ബോട്ടിങ്ങിന് കിട്ടുമല്ലോ നോക്കാം. ക്യാമറ ഒക്കെ ഉണ്ട്, വല്ല രക്ഷയുണ്ടോ നോക്കാം. കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മളെല്ലാവരും ലൈഫ് ജീവിതത്തിന്റെ പ്രതീക്ഷയാണല്ലോ. നാളെ എന്തെങ്കിലും നല്ല സംഭവിക്കുന്നുള്ളൂ. അപ്പം എന്തെങ്കിലും നല്ല സംഭവിക്കുന്ന പ്രതീക്ഷയില്ല. ചേട്ടൻ ടിക്കറ്റ് ചോദിക്കുന്നു. ലൈഫ് ജാക്കറ്റ് നിർബന്ധമാണ്. ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടു. എനിക്ക് പദം അറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല, പ്രശ്നമില്ല. ഇപ്പം ബോട്ട് വിട്ടു. എന്തെങ്കിലും കാണുമെന്നുള്ള പ്രതീക്ഷയല്ലേ അല്ലേ? നോക്കാം, അങ്ങോട്ട് പോയി നോക്കാം. അവിടെ ആന നിൽപ്പുണ്ട്. നമുക്കൊരു ആനയെ കാണാൻ പറ്റി. അതിൽ ഒരു ആനക്കൂട്ടത്തെ അല്ലേ? കുറച്ച് ആന നിൽപ്പുണ്ട്. രാവിലെ ആയതുകൊണ്ട് കാണാൻ പറ്റി. ബോട്ടിങ് കഴിഞ്ഞു അല്ലേ? അങ്ങനെ നമ്മുടെ ബോട്ടിങ് കഴിഞ്ഞ് നമ്മൾ കരയിൽ അടുത്തിരിക്കുകയാണ്. അതെ, ഇനി കരയിലുള്ള അഭ്യാസം. നമ്മൾ ഈ കരയിലുള്ള അഭ്യാസങ്ങളോട് കാണിക്കാൻ വേണ്ടി പോവുകയാണ്. നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റാമല്ലോ. നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ നേരെ ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. അപ്പം ഭക്ഷണം കഴിക്കുന്നിടത്തേക്ക് വന്നോളൂ. ജലജ്യോതി കിടക്കാണ്. നമുക്ക് ഇത്രയൊക്കെ ഈ ബോട്ടിങ് പ്രതീക്ഷിക്കാവുള്ളൂ. അത്യാവശ്യം ആനയെ കണ്ടു. പിന്നെ ഇച്ചിരി അടുത്ത സൈറ്റിംഗ് ആണെങ്കിൽ ഓക്കെയാണ്. അതെ അതെ, ഇപ്പോൾ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ വൈൽഡ് കാണുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് തന്നെ. അത് നമുക്ക് അതെ കറക്റ്റ് കാര്യം പിന്നിച്ചും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അവിടെ ആ സൂവിലൊക്കെ പോയി കഴിഞ്ഞാൽ തൊട്ടടുത്തിരുന്ന് കാണാം. പക്ഷെ ഇത് ആ കാടിനകത്ത് നിൽക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നമ്മൾ താമസ ഹോട്ടൽ തന്നെ, ഹോട്ടൽ അമ്പാടി. ഇവിടുത്തെ ഫുഡ് നല്ല ഫുഡാണ് കേട്ടോ. ഉച്ചയൂണ് നല്ല അല്ലേ? ഭയങ്കര ഫേമസാണ് ഫുഡ് കഴിക്കണം. ദോശയൊക്കെ കഴിക്കണം. ഫുഡുണ്ട്, സ്പെഷ്യൽ ഫുഡ്. അതെ, അതിന് കോസ്റ്റ്ലിയാണ്. പക്ഷെ എന്നാൽ ഒത്തിരി വിഭവങ്ങളുണ്ട് സ്പെഷ്യൽ ഫുഡ്. പിന്നെ നമ്മൾ പൂരി മസാല ദോശ, ഓംപ്ലേറ്റ്. ഇനി ഇത് കഴിച്ചാൽ ഉടനെ നമ്മൾ ചെക്കൗട്ട് ചെയ്ത് നേരെ മല ഇറങ്ങി താഴോട്ട് പോകും. നമ്മളെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് നേരെ നമുക്ക് പോയാലോ? ലെറ്റ്സ് ഗോ. ഇവരോടെല്ലാം ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ തേക്കടി, എങ്ങനെയായിരുന്നു? ഉഗ്രൻ യാത്രയായിരുന്നു. നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ക്ഷീണം ഉണ്ടായില്ല. അനുഭവം എങ്ങനെയായിരുന്നു? അടിപൊളി, നല്ലായിരുന്നു. നല്ല ക്ലൈമറ്റ്, നമുക്ക് അത്യാവശ്യം തണുപ്പൊക്കെ കിട്ടി. പൊളി സെറ്റ്. റൂമൊന്നും ബുക്ക് ചെയ്തിട്ടില്ല. നമുക്ക് പോണ വഴി നോക്കണം. പോകുന്ന വഴിക്ക് എന്തായാലും നോക്കണം. കാരണം എന്താണെന്നറിയോ, ഇന്ന് വീക്കെൻഡ് അല്ലാത്തതുകൊണ്ടേ റൂം കിട്ടാൻ സാധ്യത ഉണ്ട്. അത് നമുക്ക് പോയി നോക്കാം. അങ്ങനെ നമ്മൾ ചുരം ഇറങ്ങി നമ്മൾ കമ്പത്തിന് മുമ്പേ നമ്മൾ ഒരു മുന്തിരിത്തോട്ടമുണ്ട്. ഇവിടെ വരുന്ന എല്ലാവരും ഇത് കണ്ടിട്ടേ പോവുള്ളൂ. അപ്പോൾ മുന്തിരിത്തോട്ടത്തിന് അങ്ങോട്ട് പോവാണ്. കുറച്ച് മുന്തിരി മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ തിന്നുന്ന അങ്ങനെ യാത്രയല്ലാത്തതുകൊണ്ട് ചുമ്മാ കാണാൻ വേണ്ടി നിർത്തിയതാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് ഗൂഡല്ലൂരിന് തൊട്ടടുത്താണ് ഇത്. അപ്പോൾ ഹൈവേ ഇച്ചിരി ഇങ്ങോട്ട് മാറി, എന്നാലും നമ്മൾ ആ മെയിൻ ഹൈവേ കൂടെ തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ ഗൂഡല്ലൂരിൽ നിന്ന് നമുക്ക് ഇതുണ്ട് MSR മുന്തിരിത്തോട്ടം. അതിനപ്പുറത്തും ഉണ്ട്, പല മുന്തിരിത്തോട്ടങ്ങളുണ്ട്. അവിടെ ഇവിടെ എല്ലാം ഉണ്ട്. ഇത് നമുക്ക് ഏതായാലും കയറി കാണാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. മുന്തിരി വേണമെങ്കിൽ തൊട്ട് നോക്കാം. മേടിക്കാൻ പറ്റുകയില്ല, നമ്മൾ കൊണ്ടുപോകാനും കഴിക്കാനൊക്കെ പാടാണ്. ഇവിടെ നമ്മളുടെ എൻട്രി പാസ് ഒക്കെ എടുത്ത് ഒരാൾക്ക് 50 രൂപ അല്ലേ? നേരത്തെ ഉണ്ടല്ലോ, ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ വന്നിട്ടുണ്ട്.
ആ വീഡിയോ ഇവിടെ ഇരുന്ന ആൾ കണ്ടു. പുള്ളി പറഞ്ഞ് ചേട്ടൻ ഇത് വന്നിട്ടില്ല. ഞാൻ പറഞ്ഞ നേരത്തെ വന്നിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് 5-6 കൊല്ലമായി. അന്ന് പാസ്സൊന്നുമില്ല, നമ്മൾ കയറി മുന്തിരി മേടിച്ചുകൊണ്ട് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പം പൈസ കൊടുക്കണം. അവരൊരു ബിസിനസ്സായ സംഭവം. ടിക്കറ്റ് കാണിക്കാനോ? ഇത് കണ്ടോ, 1980-കളിൽ ജലധരഹോല ഭരണം തുടങ്ങിയ തമിഴ്നാടിൻ്റെ പ്രദേശങ്ങൾ ജലമെത്തിച്ച് അതിൻ്റെ ഒരു ചെറിയൊരു ഇതാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ നമ്മളവിടെ ആണല്ലോ, അതിൻ്റെ ചെറിയൊരു ഇതൊക്കെ ഉണ്ട് ഇവിടെ. അതായത് നമുക്കത് പോയി നോക്കാം എന്താണെന്ന്. നമ്മളൊന്നിനെ തൊടാൻ പാടില്ല. അതാണ് ഇതുണ്ടല്ലേ, തക്കാളിയാണ് അത്. പച്ചമുളകുണ്ട്, തക്കാളിയുണ്ട്, പിന്നെ പിള്ളേർക്കുള്ള ചെറിയ പാർക്കുണ്ട്. കുക്കുംബർ, ഇവിടെ ഇഷ്ടം പോലെ കുക്കുംബറുണ്ട്. ഈ സൈഡ് മുഴുവൻ കുക്കുംബർ. അതായത് ചോളമുണ്ട്, തക്കാളിയുണ്ട് ഉള്ളിൽ. അതായത് ചൂട് വേണം ഇതിന് അത്യാവശ്യമായിട്ട്, അല്ലെങ്കിൽ ഇത് ഉണ്ടാകില്ല. അതുകൊണ്ടാണ് അതെല്ലാം നീ അവിടെ കണ്ടില്ലേ, അത്യാവശ്യം ചൂടുള്ളവർത്താണ് ഇത് ഉണ്ടാകുന്നത്. അതായത് പോളി ഹൗസ് എന്ന് പറയും ഈ സാധനത്തിന്. അതായത് ചൂടുണ്ടായി ഒരു ചെറിയ ഹൗസ് പോകണം, അവിടെ വെള്ളമെല്ലാം നനച്ച് കൊടുത്താൽ ഇൻഡോറിലാണെങ്കിലും ഉണ്ടായിക്കോളും. അത്യാവശ്യം ചെറിയ സൺലൈറ്റും മതി, സംഭവം ഓക്കെയാണ്. കണ്ടില്ലേ, കിടക്കുന്നുണ്ടല്ലേ. ഇറങ്ങാതപ്പോൾ നമ്മൾ കണ്ടാണ് പെൻസ്റ്റോക്ക് പൈപ്പ് കണ്ടില്ല, നമ്മൾ ഒറിജിനൽ അവിടെ കണ്ടില്ലേ. അതിൻ്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, നമ്മുടെ പെരിയാറിൽ നിന്ന് വെള്ളം ഒഴിഞ്ഞ് തമിഴ്നാട്ടിലെ കൃഷിയെല്ലാം കൃഷിയെല്ലാം സംരക്ഷിക്കുന്നു. പിന്നെ പുള്ളി ഇതുള്ള ജോൺ പെന്നിക്കിക് കണ്ടോ, ഇത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ആർക്കിടെക്റ്റാണ് കണ്ടല്ലേ. പിന്നെ പുറകെ കാണുന്നതാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ മോഡൽ. ഗ്രാവിറ്റി ഡാം കൺസ്ട്രക്റ്റഡ് വിത്ത് യൂസിങ് ചുർക്കി മോർട്ടാർ കണ്ടോ. ട്രഡീഷണൽ ബൈൻഡിംഗ് മിക്സ് ലൈമ് ജാഗരി ആൻഡ് അതർ മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന സാധനം അല്ല വേറൊന്നും. അതാണ് അതിൻ്റെ ഒരു ബലം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ പറയുകയല്ലേ സംഭവം. അത് മുന്തിരി പാടത്തിനകത്ത് കയറി അതൊക്കെ കണ്ടിട്ട് ആ ചെറിയ ഇതൊക്കെ മിനിയേച്ചറിൻ്റെ രൂപമൊക്കെ കണ്ടിട്ട് നമ്മൾ അകത്ത് കയറി. ഒരു സൈഡിലെ നമ്മുടെ നല്ല പഴുത്ത മുന്തിരി, ഈ സൈഡിലെ പഴുക്കാത്ത മുന്തിരി. നമുക്ക് അതിൽ ഇച്ചിരി അടുത്ത മുന്തിരിക്കൊലകളൊക്കെ ഒന്ന് പോയി കാണാം അല്ലേ. മോളിൽ ഇങ്ങനെ പിള്ളേർക്കുള്ള ഒരു ഇത്തിരി ആക്ടിവിറ്റീസൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. എനിക്കൊന്നും ഇതൊക്കെ തുടങ്ങിയിട്ട് 4-5 കൊല്ലമായി കാണുള്ളൂ. ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു 5-8 കൊല്ലമായി. ആ സമയത്ത് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അനു സാറേ, മുന്തിരി നല്ല പഴുത്ത മുന്തിരി കിടക്കുന്നുണ്ടോ ഇവിടെ? അതായത് കുറച്ച് ഇവർക്ക് കാണികൾക്ക് വേണ്ടി ഇപ്പോൾ ഒരു കൊമേഴ്ഷ്യലിൻ്റെ സംഭവമായത്. അതായത് കാണികൾക്ക് വേണ്ടി എപ്പോഴും മുന്തിരി ഇങ്ങനെ ഈ പഴുത്ത് ഏത് സമയത്തും ഉണ്ടാവും. വരുന്നല്ലേ, നല്ല ഉണ്ടാവും. ഏത് സമയത്ത് വന്നാൽ ഇവിടെ മുന്തിരി ഉണ്ട്. അതിനോട് സീസണുണ്ട്. എന്നിരുന്നാലും കുറച്ച് ഭാഗം എപ്പോഴും മുന്തിരി ഇങ്ങനെ കാണിക്കാനും ഒക്കെ ആയിട്ട് കുറേ ഭാഗം അവർ എപ്പോഴും ഇങ്ങനെ തന്നെ നിർത്തും. അപ്പുറത്തൊക്കെ കൊമേഴ്ഷ്യൽ വെളിയിലോട്ട് പോകാനൊക്കെ ഉള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് ആ സൈഡിലെല്ലാം. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു വണ്ടി മറിഞ്ഞ് കിടക്കുന്നുണ്ട്. ഈ റോഡിൽ എപ്പോഴും ആക്സിഡന്റ് ഉണ്ട്. കാരണം സ്ട്രെയിറ്റ് ഹൈവേ അല്ലേ, കമ്പം തേനി എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ഹൈവേ ആണ്. ആർക്കും ഒരു അപകടം പറ്റില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ വണ്ടി ഇങ്ങനെ കുത്തയാൻ പറഞ്ഞിട്ടുണ്ട്. മറിഞ്ഞിട്ട് കിടക്കുകയാണ്. അതായത് പോലീസൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ആർക്കും അപകടമൊന്നും പറ്റില്ല നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇവിടുത്തെ ഒരു പ്രശ്നം അതാണ്, സ്ട്രെയിറ്റ് ഹൈവേ കണ്ടോ ആൾക്കാർ 100 പോകും. അതാണൊരു പ്രശ്നം കണ്ടോ. ഇപ്പം ഇടിച്ചത് ആ ബസ്സിനിട്ട് ഇടിച്ചത്. ഇത് പക്ഷേ എന്താ ലോഡൊക്കെ ആയിരുന്നു. മുന്തിരി കയറ്റി വണ്ടിയായിരുന്നു. ടൂറിസ്റ്റ് ബസ്സിനെ അടിച്ചു. അവർക്കും ചെറിയ ഇതൊക്കെ പറ്റിയിട്ടുണ്ട്. കാരണം എനിക്ക് ഇങ്ങനെ എടുത്തു അങ്ങനെ എന്തോ സംഭവം. ഇനിയിപ്പം നമ്മൾ നേരെ കമ്പം കഴിഞ്ഞിട്ടാണ് തേനി. അവിടുന്ന് നേരെ ഡീവിയേറ്റ് ചെയ്ത് നമ്മൾ നേരെ കൊടൈക്കനാൽ. നമ്മൾ ഡ്രോൺ ഇവിടെ കൊണ്ടുപോകാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഡ്രോണിൻ്റെ ബാറ്ററി നമ്മൾ ഇവിടെ കൊടുത്തിട്ട് പോവാണ്. തിരിച്ചു വരുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടും. കാരണം നമ്മളിലെ ഡ്രോൺ ഇവിടെ പറപ്പിക്കുന്നില്ല. എന്നാൽ ഡ്രോൺ ബാറ്ററി കൊടുത്തു. നമ്മൾ പ്ലാൻ മാറ്റി. നമ്മൾ കൊടൈക്കനാലിന് പോകുന്നതിന് മുമ്പ് മേഘമലയ്ക്കൊന്ന് പോകാൻ വിചാരിച്ചല്ലേ. ഇത് കൊടുത്തിട്ട് വേണം തിരിച്ചു വരുമ്പോഴേ നമുക്കിത് കിട്ടത്തില്ല. നമ്മളാണല്ലോ നമ്മൾ ആ മുന്തിരിത്തോപ്പൊക്കെ കണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് ഞാൻ മുമ്പേ പറഞ്ഞു നമ്മൾ താഴെ ഒരു മേഘമല ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ പെട്ടെന്ന് പ്ലാൻ എയിൽ നിന്ന് ബിയിലോട്ട് മാറി. അതായത് നമ്മൾ കൊടൈക്കനാൽ പോകുന്നുണ്ട്, ഇത് കഴിഞ്ഞ ഉടനെ പോകും. പക്ഷേ അപ്പോൾ നമ്മൾ ഓർത്ത് 10-30 കിലോമീറ്റർ ഉള്ളൂ മേഘമലയ്ക്ക് വരാൻ. ഹൈവേസ് എന്ന് പറയും. അത് മേഘമലയിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഇത് കിട്ടില്ല, മാപ്പി കിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അതിനെ ഹൈവേസ് നിന്ന് അങ്ങനെ അടിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ അതടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ ഈ സ്പോട്ടിൽ നമ്മൾ വരും. ഇപ്പം സഞ്ചാരികളൊരു പ്രദേശമാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് കണ്ടില്ലേ, എന്തൊരു മനോഹരമായ സ്ഥലമാണെന്നറിയോ. അത് അങ്ങോട്ട് നോക്കിയേ, പൊളിച്ചു. ഇതാണ് നല്ല മനോഹരമായ സ്ഥലം, ശാന്തസുന്ദരമായ സ്ഥലം. ഊട്ടിയും കൊടൈക്കനാലും പോകണക്കല്ല, വളരെ മനോഹരമായ സ്ഥലം. നല്ല ലയങ്ങളൊക്കെ നമുക്ക് ഇത് കാണാൻ പറ്റും. അതിനപ്പുറത്തൊരു ഡാമുണ്ട്, അതെല്ലാം നമുക്ക് പോയി കാണണം. പണ്ട് വണ്ടിയൊക്കെ ചെറിയ സ്കൂട്ടറുകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ, ഭയങ്കര രസമാണ് കാണാനായിട്ട്. എന്താ ബ്യൂട്ടിഫുൾ, പൊളിച്ചു. വണ്ടികളൊന്നുമില്ല. നമ്മൾ വേറൊരു സ്ഥലത്ത് ചെന്ന ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു സ്വിറ്റ്സർലൻഡ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. നമ്മുടെ തമിഴ്നാട്ടിലെ സ്വിറ്റ്സർലൻഡെന്നോ അല്ല എന്ത് വേണം. കാരണം വളരെ
ശാന്തമായ സ്ഥലം. അത് എല്ലാ പൊക്കത്തും ഇത് ഹൈ ലെവലാണ് ഇതെല്ലാം ഇരിക്കുന്നത്. അല്ല ഇത് ചുറ്റോട് ചുറ്റും മലനിരകളാ. നടുക്ക് കുഴിയിലിരിക്കുന്ന പോലെ. പിന്നെ അത് അവിടെ ഒരു പല മനോഹരമായ ഒരു പള്ളി, ഒരു മാതാവിന്റെ പള്ളി, ക്ഷേത്രം, ഇങ്ങനെയുള്ള പല സംഭവങ്ങളുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ കാണാൻ. എന്നാ രസമാണെന്നറിയോ, ഒരു രക്ഷയില്ല. എന്നതാ പൊളിച്ചു. ഏറ്റവും ബ്യൂട്ടി ആയിട്ടുള്ള സ്ഥലം അതാ മേഘമലയാട്, ഇപ്പോഴത്തെ ഹൈവേസ് എന്ന് പറഞ്ഞ സ്ഥലം. ഇത് അവിടെ വന്നേക്കാണ്. എന്നാ ബ്യൂട്ടിഫുൾ ആണ് ഈ സ്ഥലം അല്ലേ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ പറയുക, ഭയങ്കര ക്വയറ്റാണ്. ആൾക്കാരൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന വഴിക്കാൻ 5-6 വണ്ടിയുള്ളൂ. ഇപ്പോൾ സീസൺ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ഈ പറഞ്ഞ മഞ്ഞൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഇങ്ങനെ ഈ ലേക്കിൻ്റെ അവിടെ ഇങ്ങനെ പട്ടുപുതച്ച് നിൽക്കുന്നത് നമുക്ക് മനോഹരമായിട്ട് കാണാൻ പറ്റും. ഒരു നല്ല ചർച്ച്, ഒരു ടെമ്പിള്, ഒരു ചുമന്ന കെട്ടിടം, എന്ത് രസം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഇവിടുത്തെ നമ്മുടെ ഈ ഊട്ടിയോ കൊടൈക്കനാലോ പോണൊക്കെ സ്റ്റേകളില്ല. അതൊരു പ്രശ്നമാണ്. അല്ലെങ്കിൽ ഞങ്ങളിവിടെ സ്റ്റേ അടിക്കാൻ വേണ്ടി നോക്കിയത്. പക്ഷേ ഈ പറഞ്ഞ കണക്ക് സ്റ്റേ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് കൊടൈക്കനാലിൽ പോവാണ്. നമ്മുടെ ബാറ്ററി അവിടെ ഇരിക്കുന്നു. അപ്പോൾ നേരെ വിട്ടാലോ സാറേ പോയേക്കാം. എന്നാൽ ബ്യൂട്ടിഫുൾ അല്ലേ ഈ സ്ഥലം? എങ്ങനെയുണ്ട്? കാരണം എല്ലാവർക്കും അറിയാം, പിന്നെ കാരണം അനൂപ് എന്ന് പറയുന്നത് അല്ല, കാരണം എല്ലാം നമ്മളെ ലെവലില്. പിന്നെ അതിന്റെ പ്രശ്നം അനൂപ് സാറ് ഒരു വലിയ ഇൻസ്റ്റഗ്രാമറാണ്, എല്ലാവർക്കും അറിയാം. അനൂപ് ചന്ദ്രൻ, അദ്ദേഹത്തിന് പറ്റിയ സ്ഥലങ്ങളായതല്ല അല്ലേ. അതായത് അനൂപ് എപ്പോഴും ചെന്നാലും ഇങ്ങനെ വീഡിയോസ് ഇഷ്ടം പോലെ എടുക്കുമല്ലോ. നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ അനൂപ് സാറിന്റെ ഏതായാലും കൊടുക്കുന്നുണ്ട്. വ്യൂസ് ഉണ്ടാവില്ല. പക്ഷെ ഇത് ഏകദേശം അതിനെക്കാട്ടും നല്ല മനോഹരമായ സ്ഥലം. അതെ, അടിപൊളി. നമ്മള് തേക്കടി ചെന്നിട്ട് ആനയെ കണ്ടില്ല. ആ പ്രദേശം മുഴുവൻ അവസാനം ഒരു ചെറിയ ക്ലിപ്പ്. പക്ഷെ നോക്കിയേ, മേഘമല ആന കണ്ടോ? ആനയെ കണ്ടോ? കണ്ടില്ലേ? കാണാൻ പറ്റുമോ? കണ്ടോ? ആന കണ്ടോ? ആന കണ്ടില്ല, നേരിട്ട് വയലിൽ കണ്ടില്ല എന്ന് പറയുന്നത്. 3 ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ചെറിയ ആനയെ കണ്ടു. ഞങ്ങൾ താഴെ മേഘമല താഴെ വന്നു, ഇനി തിരിച്ചു വന്നു. അപ്പോൾ നമ്മുടെ ഡ്രോണിൻ്റെ ബാറ്ററി നമ്മൾ എടുത്തു, തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നമ്മൾ തേക്കടി തൊട്ട് തുടങ്ങി അവിടെ ഇറങ്ങി അല്ലേ. മേഘമല വന്ന എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഒരു ആനയെ കാണാൻ, 1 അല്ല 3 ആനയെ കാണാൻ പറ്റി. അടിപൊളി. മനോജ സൂപ്പർ അല്ലേ? അനു സാറേ എങ്ങനെ ഉണ്ടായിരുന്നു? തിരിച്ചുപിടി. അനു സാറേ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു അല്ലേ? സൂപ്പർ ഡൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ നമ്മുടെ വാക്കാണ്. അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.